ഇവൾ ഇവിടെ കിടന്ന് ചത്താലും എനിക്കൊരു ചുക്കൂല. വേണു പ്ലീസ്, ഊർമിളയുടെ അവസ്ഥ നിനക്കറിയില്ലേ? ഇവിടെ ഇരിക്കും. ഹരി ഇപ്പൊ വരും കേട്ടോ. ഹരി ഇപ്പൊ വരുമല്ലോ അല്ലേ? പിന്നെ വരും. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഊർമിളയുടെ മുഖമായിരുന്നു മുന്നിൽ. എന്നും സംരക്ഷിച്ചോളാന്ന് ഹരിയോട് പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സിൽ. ഊർമിള, 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 ഇറങ്ങ വാ. നമ്മൾ എങ്ങോട്ടാ? ഹരിയുടെ അടുത്തേക്കാ? നീ വാ. ഇവിടെ ഇരിക്ക. ഹരി ഇപ്പൊ വരും കേട്ടോ. നീ ഇവിടെ ഇരിക്കണം. ഹരി ഇപ്പൊ വരും. ഹരി ഇപ്പൊ വരുമല്ലോ അല്ലേ? പിന്നെ വരും. വേണു, എന്താ ഇത്? നീ എന്തിനാ ഊർമിള ഇവിടെ കൊണ്ടിരുത്തിയത്? അവളോട് ഇരിക്കട്ടെ. വേണു, നിൽക്ക്. നീ എന്താ കാണിക്കുന്നത്? വേണു നിൽക്ക്. നീ എന്താ വട്ടു പറയണം? ഇല്ല, ഞാൻ പറഞ്ഞത് സത്യ. ഇവളെ ഇനി ഞാൻ കൊണ്ടുപോകുന്നില്ല. എടാ, ഈ രാത്രി അത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവാനോ? എന്നാ നീ വിളിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുപോടാ. വേണു, നീ വികാരപരമായി ചിന്തിക്കരുത്. നീ എന്നെ ഉപദേശിക്കണ്ട. നീ എന്നല്ല, ഒരാളും എന്നെ ഉപദേശിക്കണ്ട. നിനക്കൊന്നും നഷ്ടമായില്ലല്ലോ. ഇവള് കാരണം എനിക്കല്ല നഷ്ടമായത്. എന്റെ കുടുംബം തകർന്നു. ആർക്കും വേണ്ടാത്ത ഇവളെ ഞാൻ എന്തിനു പോറ്റണം? ഇവൾ ഇവിടെ കിടന്ന് ചത്താലും എനിക്കൊരു ചുക്കൂല. വേണു പ്ലീസ്, ഊർമിളയുടെ അവസ്ഥ നിനക്കറിയില്ലേ? എന്റെ അവസ്ഥ നിനക്കറിയാലോ. എനിക്കിനി എന്റെ ജീവിതം വിട്ട് അമ്മാനം ആടാൻ വയ്യ. ജന്മം നൽകിയ വീട്ടുകാർക്ക് ഇവിടെ വേണ്ട. പിന്നെ ഒരു ബന്ധമില്ലാത്ത എനിക്ക് എന്തിനാണ് ഇവിടെ? പോയിക്കോട്ടടാ, പോയി തൊലയട്ടെ. വേണു, ഇത് തീക്കളിയാ. ഊർമിള ഈ പെരുവഴിയിൽ ഇറക്കി വിട്ട് നീ പോകരുത്. ഞാനാ പറയുന്നേ, പ്ലീസ്. മിണ്ടരുത് നീ. ഇവൾക്ക് വേണ്ടി എനിക്ക് നഷ്ടമായത് എന്റെ ലൈഫാ. എനിക്ക് എല്ലാവരും വേണം. എനിക്ക് എന്റെ ഭാര്യയും മക്കളും വേണം. എനിക്ക് എന്റെ അമ്മയും പെങ്ങളും വേണം. ഇവൾ ഒഴിഞ്ഞു പോകാതെ എനിക്കിനി ഒരു ജീവിതം ഉണ്ടാവില്ല. നീ വണ്ടി കയറുന്നുണ്ടോ? നീ കയറുന്നുണ്ടോ? എടാ നീ വരുന്നെങ്കിൽ വാ, ഞാൻ പോകുന്നു. എടാ നീ ഞാൻ പറയുന്നു ഒന്ന്. എടാ വേണു,
ദുഷ്ടനാ ഞാൻ, പരമദുഷ്ടൻ. ഈശ്വര, ഞാൻ എന്താ ചെയ്തത്? സ്വബോധം പോലും ഇല്ലാത്തൊരു പാവം പെണ്ണിനെ നമുക്ക് തിരിച്ചുപോയി ഊർമിളയെ കൊണ്ടുവരാം. ഇല്ലെങ്കിൽ എനിക്ക് ഈ ജന്മം സമാധാനം ഉണ്ടാവില്ല. താനിങ്ങനെ അപ്സെറ്റ് ആവാതെ ഊർമിള വീട്ടിലേക്ക് പോയി കാണും. എത്ര സമനില തെറ്റിയാലും സ്വന്തം വീടും പരിസരവും തിരിച്ചറിയാതിരിക്കും. ഇനി നീ ആ കാര്യം മറന്നുകള. നീ കൈവിട്ടു എന്ന് അറിയുമ്പോൾ അവളുടെ വീട്ടുകാർ അവളെ ഏറ്റെടുക്കും. തീർച്ചയായും നീ വണ്ടി എടുക്ക്. എടാ, നമുക്ക് പോവാം. ഹരിയേട്ടന്റെ മുടി മുഴുവൻ നരച്ചു തുടങ്ങി. ഞാൻ പിഴുത് കളയാമേ, നോക്കട്ടെ. കൈയെടുക്ക്. അടങ്ങിയിരിക്ക. ആ, അടങ്ങിയിരിക്കാൻ പറഞ്ഞില്ലേ? ഊർമിളേ, നല്ല അടി വെച്ചൊരു അടങ്ങിയെന്നില്ലെങ്കിൽ. ആ, തിരി. ഞാൻ ഹരിയല്ല, വേണുവാ. ഹരിയേട്ടനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എവിടെ എന്റെ ഹരിയേട്ടൻ? എന്റെ ഹരിയേട്ടനെ എവിടെയാ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? പറയാൻ. അവൻ മരിച്ചുപോയി. ഹരി മരിച്ചുപോയി. അവന്റെ പേര് പോലും ഇനി മിണ്ടിപ്പോരുത്. കൊന്നുകളെ ഞാൻ. ഇവിടെ ഇരിക്കും. ഹരി ഇപ്പൊ വരും കേട്ടോ. ഹരി ഇപ്പൊ വരുമല്ലോ അല്ലേ? പിന്നെ വരും.
ഊർമിളെ, ഊർമിളെ. എവിടെ പോയി? വേണു, എന്താ ഇത്? നീ ഇതുവരെ വീട്ടിൽ പോയില്ലേ? പോയി. പക്ഷെ അവിടെ എനിക്കൊരു സ്വസ്ഥതയും കിട്ടിയില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഊർമിളയുടെ മുഖമായിരുന്നു മുന്നിൽ. എന്നും സംരക്ഷിച്ചോളാന്ന് ഹരിയോട് പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സിൽ. അന്വേഷിച്ച് എല്ലായിരിക്കാനായില്ല. ഓ, അപ്പൊ പിന്നെ കാര്യം മാറി. ബന്ധങ്ങളുടെയും സ്വന്തം ജീവിതത്തിന്റെയും പേരും പറഞ്ഞു ഊർമിളെ ഉപേക്ഷിക്കാൻ നീ പറഞ്ഞത് വെറും വാക്കുകൾ തന്നെ ആയിരുന്നില്ലേ വേണു? പീറ്ററെ, നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. എനിക്കെന്റെ ജീവിതവും ബന്ധങ്ങളും വലുതാ. പക്ഷെ എന്നെ ഇവിടം വരെ എത്തിച്ച ഹരിയെ മറക്കാനും വയ്യ. അതുകൊണ്ടാ തിരിച്ചു വിളിക്കാനായി ചെന്നത്. പക്ഷെ പീറ്ററെ, ഊർമിള അവിടെ കാണാനില്ല. ഓ, പിന്നെ ബോധോദയം കെട്ടി നീ തിരിച്ചു വരുന്നതും കാത്ത് അവൾ നടുറോടി കിടക്കുകയല്ലേ. അവൾ അവളുടെ പാട് നോക്കി പോയിട്ടുണ്ടാവും. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് വേണു. എടാ, ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങും? സിറ്റി മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി, എവിടെയും കണ്ടില്ല പീറ്ററെ. പീറ്ററെ, എനിക്കെന്തോ പേടി തോന്നുന്നു. എടാ, അവള് വല്ല കടുങ്കയും